മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് പണി കിട്ടിപ്പോയി. പണി കിട്ടിയെന്ന് പറയാൻ എൻ്റെ കൈവശം ഇരുന്ന പൈസ മൊത്തം തീർന്നു. എണ്ണയൊക്കെ അടിച്ചെല്ലാം ആയപ്പോഴത്തേക്കും മാസം ഒന്നല്ല 118 രൂപ ഉണ്ടെങ്കിൽ 118 ടോൾ. മച്ചന്മാരെ നമ്മൾ കുത്തബ് മിനാറിലെ കാഴ്ചകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി വന്നതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അപ്പോൾ ഇവിടെ കഴിച്ചിട്ട് പോകാൻ മതി. അപ്പോൾ അവിടെ ആലുപൊറോട്ടയുടെ വേറൊരു ടൈപ്പാണ് ആലുപൊറോട്ട. പിന്നെ ഇതുണ്ട് നമ്മുടെ കടലക്കറി. പിന്നെ പുള്ളിക്കാരൻ നല്ല സ്നേഹമുള്ള ചേട്ടനാണ്. എല്ലാ സാധനങ്ങളും വാരി വാരി തരുന്നുണ്ട്. ഇനി ബില്ല് വരുമ്പോൾ എന്താവുമോ ഗൂഗിൾ പേ ഉണ്ട് ആവുമോ. അപ്പോൾ അത് പിടിപിടിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വേറെ കുത്തബ് മിനാറിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ പോകാം കേട്ടോ. ഓക്കെ. അങ്ങനെ വെച്ചാൽ നമ്മൾ ചാർജറിൻ്റെ കേസായിട്ട് കുറേ ആയിട്ട് നമ്മുടെ ഒന്ന് അലയാണ്. എവിടെ ഒന്നും സെറ്റാവുന്നില്ല. എല്ലായിടത്തും 300 500 ഒക്കെ ചോദിക്കുന്നത്. ഡൽഹിയിൽ വന്നിട്ട് ഒരു ഇത്രയും പൈസ ഞാൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുക. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു കാർ പാലസിൽ വന്നിട്ട് അവരോട് ചോദിച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അയൺ ചെയ്ത് തരാൻ പറ്റും. അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നെഗറ്റീവ് പൊസിഷൻ കൊടുക്കാമല്ലോ. അപ്പോൾ ആകെ പൈസ. അപ്പോൾ ഈ ബൈയാണ് ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഓണർ. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങോട്ട് പോകാം കേട്ടോ. ഇതാ അങ്ങനെ മച്ചന്മാരെ നമ്മുടെ മനോജ് ഭായി ആണ് നമ്മുടെ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ശരിയാക്കി തരുന്നത് കേട്ടോ. അപ്പം ഭായി നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തൊരു അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അത് ഫിറ്റ് ചെയ്യണം. ഇപ്പോൾ എടുത്തിട്ട് വരാനായിട്ട് പോയിട്ടുണ്ട് ഭായി. നോക്കാം. അച്ഛാ ഭായി സാറേ എടുത്ത് ഇടിച്ചു കളയല്ലേ എൻ്റെ പൊന്നനിയാ. അങ്ങനെ വെച്ചാൽ നമ്മുടെ മെക്കാനിക്ക്, അതായത് ബാറ്ററിയുടെ അല്ല ചാർജറിൻ്റെ മെക്കാനിക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഈ ചാർജറായിരുന്നു കംപ്ലയിൻറ്റ്. സോക്കറ്റിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവിടെ ചെന്ന് ഇതെല്ലാം വലിച്ചിളക്കി കഴിഞ്ഞപ്പം 2 ചാർജറും കംപ്ലയിൻ്റാണ്. പിന്നെ സോക്കറ്റ് വലിച്ചിളക്കി തിരിച്ചു വെച്ച് പിന്നെ പുതിയ സോക്കറ്റ് ഇട്ടു. ചാർജർ ഫുള്ളി ഇളക്കി. നമ്മുടെ ഇരുന്ന് ആദ്യത്തെ ചാർജർ ഇളക്കി. അപ്പം ഒരുവിധം കറക്റ്റായി. ഇപ്പോൾ അത് കറണ്ടുണ്ട് കേട്ടോ. അത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ചാർജ് ചെയ്യുന്നുണ്ട്. പഴയത് നമ്മൾ രണ്ടാമത് വെച്ച് ചാർജ് ചത്തു കൊള്ളത്തില്ല. ഇനിയിപ്പം ഒരു ചാർജറോടെ മേടിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ നേരെ കുത്തബ് മിനാർ കാണാൻ പോവാണ്. സമയം ഇപ്പോൾ 1:30 കഴിഞ്ഞു കേട്ടോ. ഓക്കെ. കാണാം, കുത്തബ് മിനാർ കാണാൻ പോവാം. അനാവശ്യന്മാരെ കുത്തബ് മിനാറിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത്. ഇവിടെ ഒരു രസകരമായ സംഭവം എന്ന് വെച്ചാൽ ക്യാഷ് ആണെങ്കിൽ 40 രൂപയും കാർഡാണെങ്കിൽ 35 രൂപ. കണ്ടാ ഡിജിറ്റൽ. അതാണ് 5 രൂപയുടെ വ്യത്യാസം എന്നുള്ളത് വലിയ കാര്യം തന്നെയുണ്ട്. അപ്പോൾ സന്തോഷം. കാർഡ് വെച്ചിട്ട് ഇന്ന് ടിക്കറ്റ് എടുക്കാൻ കേട്ടോ. ഓക്കെ. അതിനുശേഷം നമ്മൾ കുത്തബ് മിനാറിലെ കാഴ്ചകൾ കാണുന്നു. പിന്നീട് നമ്മളിവിടുന്ന് വിടുന്നു. ഇന്ത്യ ഗേറ്റൊക്കെ കാണുന്നു. ശേഷം നാട്ടിലേക്ക്. അപ്പം പിന്നീട് ഇനി ത്രൂ റൈഡായിരിക്കും. വലിയ ഹെവി യാത്ര. ഏതാണ്ട് 2000-ഓളം 2500 2000 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം എത്രത്തോളം എങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. മാക്സിമം നമ്മൾ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഉറക്കം വരുന്ന സമയങ്ങളിൽ അവിടെ കിടന്നുറങ്ങുന്നു. അതൊക്കെയാണ് നമ്മുടെ രീതികൾ. ഇനി എന്താ നമുക്ക് നോക്കാം, നോക്കി ചെയ്യാം. എന്താ ഓക്കെ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടിലേക്ക് നമ്മൾ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. വിദേശികൾക്ക് 600 രൂപയാണ് കേട്ടോ. കാർഡാണ് 550. നമുക്ക് 40 രൂപ 35 രൂപ. കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര 10, 11, 12, 13% കുറവാണ്. കണ്ടോ. ആനവച്ചാമാരെ നമ്മളത് ആ കുത്തബ് മിനാറിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. ഒരു വിമാനം പോകുന്നു. പാഠപുസ്തകങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ ചിത്രങ്ങൾ മാത്രം കണ്ട കുത്തബ് മിനാറിലെ കാഴ്ചകളിലേക്ക് അതാ ഞാൻ നടന്നിരിക്കുകയാണ്. ഇതിൻ്റെ കുറേ മിനാരത്തിനോട് ചേർന്നിട്ടുള്ള കുറേ നിർമ്മാണം നശിച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അയ്യോ,
അങ്ങനെ വെച്ചാൽ നമ്മൾ കുത്തബ്മിനാറിലെ കാഴ്ചകളിൽ നിന്നും നമ്മുടെ പാർക്കിങ്ങിനുണ്ട് നമ്മുടെ ചെറുക്കൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുത്തബ്മിനാറിലെ കാഴ്ചകളിൽ നിന്ന് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇന്ത്യ ഗേറ്റിലേക്കാണ്. ഇപ്പോൾ സാധാരണ സമയം 4 മണിയായി. ഇന്ത്യ ഗേറ്റ് കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് വിടണം. നമ്മൾ നീരജിനെ ഇനി ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന മോശമല്ലയോ. ഓക്കെ, അങ്ങനെ വെച്ചാൽ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു. മുന്നിലെന്ന് പറയാൻ പറ്റത്തില്ല, ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരമായിട്ടാണ് പാർക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ നടന്ന് ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി പോട്ടോ. അങ്ങനെ വെച്ചാൽ നമ്മൾ ഇന്ത്യ ഗേറ്റിലെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇന്ത്യ ഗേറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഗേറ്റൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ അത് നമ്മൾ ബായി അവിടെ നമ്മുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് വലിയ പൈസയൊക്കെ മേടിക്കുമെന്നൊന്നും അറിയത്തില്ല, എങ്കിലും കുഴപ്പമില്ല. നോക്കോ, ठीक है. ये गुड़ही जलेबी है।
മനുഷ്യന്മാരെ വിശന്നിട്ടാണ് എൻ്റെ കിളി പോയത്. അപ്പം നോമ്പിലിട്ടെങ്കിലും അടിച്ചെനിക്ക് പറ്റത്തില്ല എന്ന് അങ്ങനെ ഞാൻ ദേശീയപാതയിൽ നിന്ന് പുറത്തിറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ആ അപ്പോൾ എന്തായാലും വീട്ടിലൊക്കെ ചോറും കറിയൊക്കെ കഴിച്ച് നല്ല ആസ്വദിച്ച് നടന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഓംലെറ്റൊക്കെ കഴിക്കുകയാണ്. ഇനി ഒരു അരക്കിലോ പഴം മേടിക്കണം, അതും കഴിക്കണം. നമുക്കൊരു ഭയങ്കര സംഭവം ഉണ്ടായി. നമ്മൾ മടങ്ങുന്നത് എവിടേക്കാണെന്ന് അറിയാമോ? ആഗ്രയ്ക്ക്. ഇന്നലെ വെറുതെ 10-400 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു. ഇവിടെ കണ്ടിട്ട് നേരെ ആഗ്ര വിട്ടിരുന്നെങ്കിൽ 200 കിലോമീറ്ററെങ്കിലും ലാഭം ഉണ്ടായില്ല. കുഴപ്പമില്ല, നമ്മുടെ സുഹൃത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വിടാം. നേരെ ആഗ്രയിലേക്ക് വിടാം. മാക്സിമം ഓടുന്നിടത്തോളം ഓടത്ത് എന്നിട്ട് നമുക്ക് വിടാം. ബാക്കിയുള്ള സ്ഥലം എവിടെയെങ്കിലും ആൾക്കാട്ടോ പമ്പോ ടെൻറ്റോ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കുന്നു. ഓക്കെ മനുഷ്യന്മാരെ, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ആഗ്രയിൽ പോയിട്ടേ നാളെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ആഗ്രയ്ക്ക് വിടാം. അന്ന് ആഗ്രയിൽ ഏതെങ്കിലും പമ്പിൽ ടെൻ്റ് അടിക്കാന്നുള്ള ധാരണയിൽ പുറപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ടോളുണ്ട്, നമ്മുടെ ബൈക്കിനും ടോളുണ്ട് ഇവിടെ. ഇന്നലെ വന്നപ്പോൾ എടുത്തില്ലായിരുന്നു, അതൊക്കെ തോന്നും. അപ്പം ആ ടോളിൽ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് പണി കിട്ടിപ്പോയി. പണി കിട്ടിയെന്ന് പറയാൻ എൻ്റെ കൈവശം ഇരുന്ന പൈസ മൊത്തം തീർന്നു. എണ്ണയൊക്കെ അടിച്ചെല്ലാം ആയപ്പോഴത്തേക്കും മാസം വന്നല്ലോ 118 രൂപയുണ്ടെങ്കിൽ 118 ടോളിന് 230 രൂപയ്ക്ക് അടുത്തെങ്കിലും വേണം. എന്താ ചെയ്യണമെന്ന് അറിയാൻ ഏതെങ്കിലും നിൽക്കുകയാണ്. ഓരോരുത്തരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലുമൊക്കെ പൈസ ഇട്ട് തന്നാൽ രക്ഷയായി. എന്നാലും നോക്കാം കേട്ടോ. അങ്ങനെ വെച്ചാൽ നമ്മൾ ആഗ്രയിലേക്ക് ഇനി ഏതാണ്ട് 70 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആഗ്രയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പിൽ വന്ന് ചോദിച്ചപ്പോൾ അവർ ധൈര്യമായിട്ട് ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ടെൻ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടെൻ്റ് അടിക്കുക, കിടന്നുറങ്ങാം. ഓക്കെ, അപ്പം നാളെ കാലത്തെ കാണാം കേട്ടോ. അപ്പോൾ ശുഭരാത്രി, എല്ലാവരും കിടന്നുറങ്ങിക്കോ. വീഡിയോ ആണ് ചിലപ്പോൾ 6 മണിക്കായിരിക്കും. നിങ്ങൾ 8 മണി 9 മണി കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. വച്ചാൽ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ആഗ്രയ്ക്ക് ഇനി ഒരു 80 കിലോമീറ്ററുടെ യാത്ര കേട്ടോ. ചെറുക്കൻ അവിടെയുണ്ട്. നമ്മൾ ഈ പെട്രോൾ പമ്പിലായിരുന്നു. നല്ല കിടിലം പമ്പായിട്ട് ഇന്ത്യൻ ഓയിലിൻ്റെ അടിപൊളി പമ്പ്. ഞാൻ ഇത്രയും നാൾ യാത്രയിൽ ഇതുപോലെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ളൊരു പമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യൻ ഓയിലിൻ്റെ നല്ല വേറൊരു പമ്പിന്, പക്ഷേ ഇന്ത്യൻ ഓയിലിൽ അതിന് മികച്ച് നിൽക്കുന്നു. ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര വൃത്തിയാണ്. സത്യം, ഒരു പ്രൊമോഷൻ പറയുന്നതല്ല, നമ്മൾ കണ്ടനുഭവിച്ചൊരു കാര്യം പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിവിടെ അതിന് ടെൻ്റ് അടിച്ചിരുന്നു. ഞാൻ നരേന്ദ്രമോദിക്കൊപ്പമായിരുന്നു കേട്ടോ. നരേന്ദ്രമോദിയുടെ ഗസ്റ്റായിരുന്നു ഞാൻ. അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് പകൽ കണ്ണിമ ചെമ്മാവത്തെ കാമൽ തിന്നു. അപ്പോൾ ടെൻ്റ് ഇവിടെ, ചെറുക്കനിവിടെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി തുടങ്ങട്ടെ, യാത്ര ആരംഭിക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പം റൈഡിങ് ഗിയേഴ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ ജാക്കറ്റ് മാത്രം ഇട്ടിട്ടാണ് ഓടിക്കുന്നത്. റൈഡിങ് ഗിയർ ഉണ്ട്. നമ്മൾ വണ്ടിയിൽ കയറ്റണം. എന്നിട്ട് നമുക്ക് ഈ ബൈ ആണ് കേട്ടോ നമ്മൾ ഒരുപാട് സഹായിച്ചത്. ബൈ സാബ്, आपका दौड़ा नाम बोलो भैया, आपका नाम दौड़ा बोलो. मेरा नाम വിജേന്ദർ സിംഗ് കേട്ടോ. അദ്ദേഹമാണ് നമുക്കിവിടെ ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പൊക്കെ തന്നത്. അപ്പോൾ ബായിക്ക് ഒരു നന്ദി. താങ്ക് യു ബൈ സാബ്, താങ്ക്സ് അലോട്ട്. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു ജീവനക്കാരനാണ് കേട്ടോ. അപ്പോൾ ഇനി ടെൻ്റൊക്കെ വാരി അഴിച്ചു പറക്കിയിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ കാണാം കേട്ടോ. ഓക്കെ.